ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഈ വർഷം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവായ മരിയ കൊറീന മച്ചാഡോയ്ക്കാണ്. പ്രസിഡന്റ് മഡുറോയുടെ ഏകാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടം പരിഗണിച്ചാണ് ഈ സമ്മാനം നൽകിയത്. ഇത് അമേരിക്കൻ പ്രസിഡന്റിന് സമർപ്പിക്കുന്നതായി അന്നു തന്നെ ഇവർ പ്രഖ്യാപിച്ചിരുന്നു. പ്രസിഡന്റ് മഡുറോയെ ഭയന്ന് സമ്മാന ജേതാവ് ഒളിവിലായിരുന്നതിനാൽ ഇവരുടെ മകളാണ് സമ്മാനം സ്വീകരിക്കാൻ എത്തിയത്. വെനസ്വേലയുടെ പ്രസിഡന്റിനെ അമേരിക്ക ബന്ദിയാക്കിയതിനെ തുടർന്ന് തനിക്ക് ലഭിച്ച സമ്മാനം ഡൊണാൾഡ് ട്രംപുമായി പങ്കുവയ്ക്കാൻ തയ്യാറാണെന്ന് മെച്ചാഡോ പ്രഖ്യാപിച്ചു. ഇതിനെതിരെ അവാർഡ് നിർണയ കമ്മിറ്റി നടത്തിയ പ്രതികരണം ട്രംപിനെ നിരാശപ്പെടുത്തുന്നതാണ്. ഈ സമ്മാനം കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നവർക്കുള്ളതാണ്. ഇത് ആർക്കെങ്കിലും കൈമാറാനോ മറ്റൊരാളുമായി പങ്കുവയ്ക്കാനോ കഴിയില്ല. 9 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നും 9 നൊബൽ സമ്മാനങ്ങൾക്ക് അർഹതയുണ്ട് എന്നുമാണ് ട്രംപിന്റെ വാദം. റഷ്യ ഉക്രൈൻ യുദ്ധം ഫെബ്രുവരിയിൽ 4 വർഷം പൂർത്തിയാക്കും. പലവട്ടം ചർച്ചകൾ നടന്നുവെങ്കിലും യുദ്ധം ശക്തമായി തുടരുകയാണ്. റഷ്യ വികസിപ്പിച്ച അത്യന്തം അപകടകാരിയായ ഒറേസ്റ്റനിക് മിസൈൽ ഉപയോഗിച്ചാണ് വെള്ളിയാഴ്ച റഷ്യ ഉക്രൈനെ ആക്രമിച്ചത്. ഒരേ സമയം പല സ്ഥലങ്ങളെയും ആക്രമിക്കാനും ആണവായുധങ്ങൾ വഹിക്കാനും കഴിയുന്ന ഈ മിസൈലിനെ ആറ്റം ബോംബിനോടാണ് ചിലരൊക്കെ താരതമ്യപ്പെടുത്തുന്നത്. പുടിന്റെ വസതിക്കു നേരെ നടത്തിയ ആക്രമണം ഉക്രൈൻ നിഷേധിച്ചുവെങ്കിലും അതിനുള്ള തിരിച്ചടി എന്നാണ് റഷ്യ ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. ശബ്ദത്തേക്കാൾ വേഗതയുള്ള ഈ മിസൈലിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നാണ് റഷ്യയുടെ അവകാശവാദം. നാറ്റോയിലെ അംഗമായ പോളണ്ടിനു സമീപം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. പടിഞ്ഞാറൻ യൂറോപ്പിനെ ആക്രമിക്കാൻ കഴിയും എന്ന മുന്നറിയിപ്പാണ് ഒറേസ്റ്റനിക് മിസൈൽ നൽകുന്നത്. ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ മടിക്കില്ല എന്ന് റഷ്യ പറയാതെ പറയുന്നു എന്നാണ് പല വിദഗ്ധന്മാരും അഭിപ്രായപ്പെടുന്നത്. ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയുടെ ഒരു ഭാഗമാണ് സോമാലിലാൻഡ്. 1990-ൽ ഈ പ്രദേശം സ്വന്തം സൈന്യവും നാണയവുമുള്ള ഒരു രാജ്യമായി സ്വയം പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര സമൂഹം ഇതുവരെ ഇതിനെ അംഗീകരിച്ചിട്ടില്ല. റിപ്പബ്ലിക് ഓഫ് സൊമാലിയ എന്നതാണ് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കുന്ന രാജ്യം. കഴിഞ്ഞ വർഷം ഡിസംബർ 26-ന് സോമാലിലാൻഡിനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഇസ്രായേൽ അംഗീകരിച്ചു. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനും അറബ് ലീഗും ഈ നടപടിയെ അപലപിച്ചു. സോമാലിയയുടെ പരമാധികാരത്തിനും പ്രാദേശിക സമഗ്രതയ്ക്കും എതിരായ നടപടി എന്നാണ് ജിദ്ദയിൽ ചേർന്ന OIC സമ്മേളനത്തിൻ്റെ വിലയിരുത്തൽ. കഴിഞ്ഞ 34 വർഷമായി സോമാലിലാൻഡ് ഒരു രാജ്യമായിട്ടും അറബ് ലീഗ് തങ്ങളെ അംഗീകരിക്കുന്നില്ല. ഇസ്രായേലിനെ പോലെ തങ്ങളെ അംഗീകരിക്കുന്ന രാജ്യങ്ങളുമായി സഹകരിച്ചു പ്രവർത്തിക്കും എന്നാണ് സോമാലിലാൻഡിൻ്റെ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചത്. ഇറാനിലെ കലാപം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. കൊല്ലപ്പെടുന്നവരുടെയും തടവിലാക്കപ്പെടുന്നവരുടെയും എണ്ണം അനുദിനം വർദ്ധിക്കുന്നു.
അമേരിക്കയിൽ നിന്നും ആക്രമണമുണ്ടാകും എന്ന് ഇറാൻ ഭയപ്പെടുന്നു. സൈനിക നടപടി ഉണ്ടായാൽ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ആക്രമിക്കും എന്നാണ് ഇറാന്റെ ഭീഷണി. ഇറാനുമായി വ്യാപാരം ചെയ്യുന്ന രാജ്യങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ നികുതി 25% അമേരിക്ക വർദ്ധിപ്പിച്ചു. ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന. ഈ നികുതി വർധനവ് മൂലം ഇറാനിൽ ചൈനയുടെ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കും. വെനസ്വേല പിടിച്ചെടുത്ത നടപടിയും ചൈനയെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. എന്നാൽ യുദ്ധം ഒഴിവാക്കാനാണ് താൽപ്പര്യം എന്ന് അമേരിക്കയും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. സമരം ചെയ്യുന്നവരുമായി ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ട്രംപിന്റെ നിർദ്ദേശം. എന്നാൽ സമരം അടിച്ചമർത്താനാണ് ഇറാൻ ശ്രമിക്കുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം USSRൽ നിന്നും യൂറോപ്പിനെ രക്ഷിക്കാനാണ് നാറ്റോ എന്ന സൈനിക സഖ്യം രൂപീകരിച്ചത്. നാറ്റോയിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ അത് നാറ്റോയെ ആക്രമിച്ചതായി കണക്കാക്കണം എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയത് യൂറോപ്പിന്റെ സുരക്ഷ ഉറപ്പാക്കാനാണ്. ഇതേ മാതൃകയിൽ ഒരു സൈനിക സഖ്യം രൂപീകരിക്കാൻ നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഇത്തരത്തിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിൽ ചേരാൻ തുർക്കി തീരുമാനിച്ചു. സൗദിയുടെ സമ്പത്തും പാകിസ്ഥാന്റെ ആണവശക്തിയും തുർക്കിയുടെ സൈന്യവും ചേരുന്നത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഈ 3 ഇസ്ലാമിക രാഷ്ട്രങ്ങളും അമേരിക്കയുടെ സഖ്യകക്ഷികളാണ്. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നതാണ് ഈ സഖ്യത്തിന്റെ ലക്ഷ്യം. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രായേലിനെതിരെ മറ്റു 3 സഖ്യകക്ഷികൾ സംഘടിക്കുന്നത് അമേരിക്കയ്ക്കെതിരെയുള്ള നീക്കം തന്നെയാണ്. രണ്ടാഴ്ച മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവനുസരിച്ച് വെനസ്വേലയുടെ പ്രസിഡന്റിനെയും പത്നിയെയും ബന്ദികളാക്കി അമേരിക്കയിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്. വെനസ്വേല ഞാൻ ഭരിക്കും എന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ആക്ടിംഗ് പ്രസിഡന്റായ ഇപ്പോൾ ഭരണം നടത്തുന്നത് മഡുറോയുടെ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗ്സ് ആണ്. ഇവർ പരസ്യമായി അമേരിക്കയുടെ നടപടിയെ അപലപിച്ചിട്ടുണ്ട്. എന്നാൽ ട്രംപുമായി രഹസ്യധാരണയുണ്ടാക്കി പ്രസിഡന്റ് പദവിയിലെത്താൻ ശ്രമിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പ്രതിപക്ഷ നേതാവും നൊബേൽ സമ്മാന ജേതാവുമായ മരിയ കൊറീന മച്ചാഡോയാണ് മറ്റൊരു പ്രസിഡന്റ് സ്ഥാനമോഹി. രണ്ടുപേരും പ്രസിഡന്റ് ട്രംപിന്റെ പിന്തുണയോടെ അധികാരം പിടിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. തന്നെ അവഗണിച്ച് മെച്ചാഡോയ്ക്ക് നോബൽ സമ്മാനം കൊടുത്തത് ട്രംപിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. തൻ്റെ നടപടിയെ വിമർശിക്കുന്ന ഡെൽസി റോഡ്രിഗ്സിനോടും ട്രംപിന് താല്പര്യമില്ല. അപ്പോൾ ആരെ പ്രസിഡന്റ് ആക്കും എന്നതിനെക്കുറിച്ചാണ് ട്രംപ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഡെൻമാർക്കിന്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ തമ്മിൽ നടത്തിയ ചർച്ചകളിലൂടെ ഗ്രീൻലാൻഡ് പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. ഡെൻമാർക്കിന്റെ ഭാഗമായ ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്കു കൈമാറുകയോ വിൽക്കുകയോ ചെയ്യണം എന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. സൈനിക നടപടിയും അമേരിക്കയുടെ പരിഗണനയിലുണ്ട്. അപൂർവ ധാതുക്കൾ കൊണ്ട് സമ്പന്നമാണ് ഗ്രീൻലാൻഡ്. ഭാവിയിൽ ഇത് പിടിച്ചെടുക്കാൻ ചൈനയോ റഷ്യയോ ശ്രമിച്ചാൽ പ്രതിരോധിക്കാൻ ഡെൻമാർക്കിന് കഴിയില്ല. തന്മൂലം ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഭാഗമായി തുടരുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് തുടങ്ങിയവയാണ് ട്രംപിന്റെ വാദങ്ങൾ. ഈ പ്രദേശം
തങ്ങൾക്കു മാത്രം അവകാശപ്പെട്ട ഭൂമിയാണെന്നും വിൽപ്പനയ്ക്ക് വച്ചിട്ടില്ല എന്നുമാണ് ഡെൻമാർക്കിന്റെ നിലപാട്. നാറ്റോയിലെ അംഗമായ ഡെൻമാർക്കിനെതിരെയുള്ള നീക്കത്തെ നാറ്റോയ്ക്കെതിരെയുള്ള നീക്കമായി കാണണം എന്നതാണ് വ്യവസ്ഥ. ഫ്രാൻസും ജർമ്മനിയും ഡെൻമാർക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൂന്നാഴ്ച മുമ്പ് ആരംഭിച്ച പ്രതിഷേധ പ്രകടനങ്ങൾ ഇറാനിൽ തുടരുകയാണ്. നാണയത്തിന്റെ മൂല്യത്തകർച്ചയും നിയന്ത്രണാതീതമായ വിലക്കയറ്റവും ചൂണ്ടിക്കാട്ടിയാണ് ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. സമരം അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയും ഇത് വലിയ ഒരു ആഭ്യന്തര വിപ്ലവമായി മാറുകയും ചെയ്തു. ഇത് അടിച്ചമർത്തുന്നത് തുടർന്നാൽ ഇടപെടും എന്ന അമേരിക്കയുടെ ഭീഷണിയും ഉണ്ടായി. നേരത്തെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തതുപോലെ അമേരിക്ക ഇറാനിൽ സൈനിക ഇടപെടൽ നടത്തും എന്ന ആശങ്കയും ഉണ്ടായിരുന്നു. ഒമാനെ പോലെയുള്ള അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് നിലപാട് മയപ്പെടുത്താൻ ഇറാനും അമേരിക്കയും തീരുമാനിച്ചിട്ടുണ്ട്. സമരക്കാരെ അടിച്ചമർത്തുന്നത് തുടർന്നാൽ ശക്തമായ നടപടി ഉണ്ടാകും എന്ന രീതിയിൽ അമേരിക്ക നിലപാട് മാറ്റുകയും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാമെന്ന് ഇറാൻ സമ്മതിക്കുകയും ചെയ്തതോടെ യുദ്ധാന്തരീക്ഷം ഒഴിവായി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ശബരിമല ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. ഹൈന്ദവ ക്ഷേത്രമാണെങ്കിലും ഇരുമുടിക്കെട്ടേന്തിയ എല്ലാ ഭക്തന്മാർക്കും ദർശനം അനുവദിക്കുന്നതിനാൽ മതേതരത്വത്തിൻ്റെ ശ്രീകോവിലായിട്ടാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ക്ഷേത്രവുമായി അടുത്തു ബന്ധമുള്ളവർ നടത്തിയ ഒരു മോഷണത്തിൻ്റെ പേരിലാണ് ഈ പുണ്യക്ഷേത്രം വാർത്തകളിൽ ഇപ്പോൾ ഇടം പിടിക്കുന്നത്. ഈ വർഷവും ഭക്തന്മാരുടെ എണ്ണത്തിലോ അമ്പലത്തിൻ്റെ വരുമാനത്തിലോ ഒരു കുറവും ഉണ്ടായിട്ടില്ല. അയ്യപ്പൻ്റെ സമ്പത്ത് മോഷ്ടിച്ചതും രാഷ്ട്രീയ ലാഭത്തിനായി അത് ഉപയോഗിച്ചതും ഭക്തന്മാരെ ബാധിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയക്കാരുടെ ഇഷ്ടവിഷയമായി മതങ്ങൾ മാറുന്നു. ഇതോടൊപ്പം ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങൾ. അറപ്പുളവാക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങളിലൂടെ ഈ കുറ്റകൃത്യങ്ങളുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. സമ്പത്ത് കവർന്നവരും ലൈംഗിക കുറ്റവാളികളും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. എന്നാൽ ഈ കുറ്റകൃത്യങ്ങൾ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിഷയങ്ങളായി മാറുന്നത് രാഷ്ട്രീയത്തിൻ്റെ പോരായ്മയാണ്. ആധുനിക കാലഘട്ടത്തിൽ സിലിക്ക പോലെയുള്ള ധാതുക്കൾക്കും കൃത്രിമ ബുദ്ധിയെക്കുറിച്ചുള്ള സാങ്കേതിക വിദ്യയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. ഈ രംഗത്ത് അമേരിക്കയേക്കാൾ മുമ്പിലാണ് ചൈനയുടെ സ്ഥാനം. സിലിക്ക പോലെയുള്ള അപൂർവ ധാതുക്കളാണ് ചൈനയ്ക്ക് ഈ മേൽക്കൈ നൽകുന്നത്. അപൂർവ ധാതുക്കളുടെ വിപണനത്തിനുമേൽ ചൈന നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് മൂലം അമേരിക്കയ്ക്ക് പല പ്രോജക്റ്റുകളും ഉപേക്ഷിക്കേണ്ടി വരികയോ നിർത്തിവെക്കേണ്ടി വരികയോ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ് പാക്സ് സിലിക്ക എന്ന പേരിൽ 9 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞ വർഷം അമേരിക്ക രൂപം നൽകിയത്. തടസ്സം കൂടാതെ സിലിക്ക പോലെയുള്ള ധാതുക്കൾ ലഭ്യമാക്കുക എന്നതാണ് ഈ സഖ്യത്തിൻ്റെ ലക്ഷ്യം. തുടക്കത്തിൽ ഈ സഖ്യത്തിലേക്ക് ഇന്ത്യയെ ക്ഷണിച്ചില്ല. താരിഫ് ചർച്ചകൾ നീണ്ടുപോവുകയാണെങ്കിലും ഈ സഖ്യത്തിലേക്ക് അമേരിക്ക ഇപ്പോൾ ഇന്ത്യയെ ക്ഷണിച്ചു. നമ്മുടെ രാജ്യത്തെ അത്ര വേഗം ഉപേക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് ഈ ക്ഷണം. വാരാന്ത്യ ലോക വൃത്താന്തം.
തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.